أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. بسم الله الرحمن الرحيم. وقاتل المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, മറ്റു ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ 47ഓളം ദിവസങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മഹാനായിരിക്കുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബായിരുന്നു. സഹോദരങ്ങളെ, ആ കിതാബിൽ പറഞ്ഞ തിരുവചനങ്ങളുടെ ചർച്ചകളിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിന് തുടർച്ചയെന്നോളം ഇന്ന് 48ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ ഹദീസ് പഠന ക്ലാസ്സിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. യുദ്ധത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ബാബ് തന്നെയാണ്. ഇസ്ലാമിലെ യുദ്ധങ്ങൾ അനിവാര്യമായ ഘട്ടത്തിൽ മാത്രമേ യുദ്ധം നടത്തേണ്ടതുള്ളൂ എന്നുള്ളതും, അതുപോലെ തന്നെ യുദ്ധം അനിവാര്യമായ ഘട്ടത്തിൽ യുദ്ധം നടന്നാൽ തന്നെ ആ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിനെ കുറിച്ചും ആ യുദ്ധത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വഹിക്കുന്നതിനെ കുറിച്ചുമൊക്കെ വിവരിക്കുന്ന ഒരു അധ്യായമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. സഹോദരങ്ങളെ, ചിന്തിക്കണം. ഇസ്ലാമിൽ ഒരിക്കലും തന്നെ യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഈ അധ്യായം ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറയുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതമാണ്. എന്നാൽ ആ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി വിലങ്ങായി ആരെങ്കിലും വന്നാൽ അവരോട് യാതൊരുവിധ സഹിഷ്ണുതയും കാണിക്കേണ്ടതില്ല എന്നും ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ മുസ്ലിങ്ങൾ എല്ലാവരും യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷകൾ അല്ലാഹുവിൻ്റെ അടുത്ത് നിന്നുണ്ടാകും എന്നതിൻ്റെ ഒക്കെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു അധ്യായം കൂടിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സഹോദരങ്ങളെ, ചിന്തിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ദീൻ പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കണം. വീണ്ടും വീണ്ടും നമുക്ക് പറയാനുള്ളത് തന്നെയാണ്. വിശുദ്ധമാകപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ധന്യമാക്കണം. അതാണ് നാം നിർവഹിച്ചു പോരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട
അമലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ പഠിക്കാൻ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഹദീസ് ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അധ്യായം 234, ധർമ്മയുദ്ധം. അല്ലാഹു പറഞ്ഞു, ഖാതിലുൽ മുശ്രികീന കാഫ കമാ യുഖാതിലൂനകും കാഫ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. ബഹുദൈവ വിശ്വാസികൾ നിങ്ങളോട് എപ്രകാരമാണോ യുദ്ധം ചെയ്യുന്നത് അപ്രകാരം നിങ്ങൾ അവരോടും യുദ്ധം ചെയ്യുക. അല്ലാഹു ഭക്തജനങ്ങളോട് കൂടെയാണെന്ന് നിങ്ങൾ ഓർക്കണം. അത്തൗബ 36-ാമത്തെ ആയത്ത്. യുദ്ധം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു, അതാണെങ്കിലോ നിങ്ങൾക്കിഷ്ടമില്ലാത്തതുമാണ്. നിങ്ങൾ വെറുക്കുന്നത് പലതും ഒരു പക്ഷേ നിങ്ങൾക്ക് ഗുണകരമായേക്കും, നിങ്ങൾക്കിഷ്ടമായ പലതും ദോഷകരമാവുകയും ചെയ്യാം. ഗുണഗണങ്ങൾ അല്ലാഹു അറിയുന്നവരും നിങ്ങൾ അറിയാത്തവരുമാണ്. അൽ ബഖറ സൂറത്തിലെ 216-ാമത്തെ ആയത്ത്. നിങ്ങൾ യുവാക്കളോ വൃദ്ധരോ ധനികരോ ദരിദ്രരോ ഉന്മേഷഭദ്രരോ അല്ലാത്തവരോ ആരായാലും യുദ്ധത്തിന് പുറപ്പെടുക. ദേഹം കൊണ്ടും ധനം കൊണ്ടും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അടരാടുക. അത്തൗബ 41. വിഷമങ്ങളൊന്നുമില്ലാതെ തന്നെ യുദ്ധത്തിൽ നിന്ന് മാറിയിരിക്കുന്ന സത്യവിശ്വാസികളും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ദേഹം കൊണ്ടും ധനം കൊണ്ടും അടരാടുന്നവരും തുല്യരല്ല. ദേഹം കൊണ്ടും ധനം കൊണ്ടും യുദ്ധം ചെയ്യുന്നവരെ വിഷമങ്ങൾ കാരണം മാറിയിരിക്കുന്നവരെക്കാൾ ഉന്നത പദവികൾ നൽകിക്കൊണ്ട് അല്ലാഹു ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. എല്ലാവർക്കും അഥവാ ഇരു വിഭാഗത്തിനും അതിവിശിഷ്ടമായത് സ്വർഗം അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വിഷമങ്ങൾ കാരണമല്ലാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയവരെക്കാൾ യോദ്ധാക്കളെ അല്ലാഹു വമ്പിച്ച പ്രതിഫലം കൊണ്ട് ഉത്തമരാക്കിയിരിക്കുന്നു. പാപമോചനം, കാരുണ്യം, ഉന്നത പദവികൾ എന്നിവയിലാണ് അത് അല്ലാഹു അധികം പൊറുക്കുന്നവരും കരുണ ചെയ്യുന്നവരുമാണ്. അന്നിസാ സൂറത്തിലെ 95-96-ാമത്തെ ആയത്ത്. സത്യവിശ്വാസികളെ, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അല്ലാഹുവിനെ കൊണ്ടും അവൻ്റെ റസൂലിനെ കൊണ്ടും ദൃഢമായി വിശ്വസിക്കുകയും നിങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അടരാടുകയും ചെയ്യുക എന്നതാണത്. നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്കിതാണ് ഉത്തമം. എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ അവൻ പൊറുക്കുകയും താഴ്ഭാഗങ്ങളിലൂടെ നദികളൊഴുകുന്ന സ്വർഗീയോദ്യാനങ്ങളിലും ശാശ്വത സ്വർഗത്തിലുള്ള അതിമഹത്തായ താമസ സ്ഥലങ്ങളിലും നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അതിമഹത്തായ വിജയമാണത്. നിങ്ങൾക്കിഷ്ടമുള്ള മറ്റൊന്നു കൂടിയുണ്ട്. അല്ലാഹുവിൻ്റെ സഹായവും ആസന്ന വിജയമാണത്. സത്യവിശ്വാസികൾക്ക് സുവിശേഷമറിയിക്കുവാൻ. അസ്സഫില് 10, 11, 12, 13-ാമത്തെ ആയത്താണ് ഞാനിപ്പോൾ പറഞ്ഞ. സഹോദരങ്ങളെ ചിന്തിക്കുക. ഈ വിഷയത്തിൽ സുവിധമായ അനേകം ആയത്തുകളും ഹദീസുകളൊക്കെ ഉണ്ട്. അത് ചിലത് നമുക്കിവിടെ ഓർക്കാം ഇൻഷാ അല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അമലുകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് ഏതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിലും അവൻ്റെ ദൂതരിലുള്ള വിശ്വാസമാണെന്ന് അവിടുന്ന് പറഞ്ഞു. പിന്നെ ഏതാണെന്ന് ചോദ്യമുയർന്നപ്പോൾ അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മയുദ്ധം എന്നായിരുന്നു തിരുദൂതരുടെ മറുപടി. പിന്നെ ഏതാണെന്ന് ചോദ്യത്തിന് പാപമംഗലമല്ലമാകാത്ത ഹജ്ജ് എന്ന് അവിടുന്ന് പറഞ്ഞു. ബുഖാരി 3:302 മുസ്ലിം 83 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, അല്ലാഹുവിൻ്റെ ദൂതരെ, അല്ലാഹുവിന് ഏറ്റവും താല്പര്യമുള്ള കർമ്മം ഏതാണെന്ന് ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, കൃത്യസമയത്തുള്ള നിസ്കാരമാണത്. പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യൽ എന്നവിടുന്ന് പ്രതികരിച്ചു. പിന്നെ ഏതാണെന്ന് ഞാൻ ചോദ്യം ആവർത്തിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മയുദ്ധം എന്നായിരുന്നു മറുപടി. ബുഖാരി 2:7-8 മുസ്ലിം 85 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ദർ റളിയല്ലാഹു അൻഹു നിവേദനം, ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മം ഏതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചപ്പോൾ അല്ലാഹുവിലുള്ള വിശ്വാസവും അവൻ്റെ മാർഗത്തിലുള്ള ധർമ്മയുദ്ധവുമാണെന്ന് അവിടുന്ന് മറുപടി പറഞ്ഞു. ബുഖാരി 5:105 മുസ്ലിം 84 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രഭാതത്തിലോ പ്രദോഷത്തിലോ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മയുദ്ധത്തിന് പുറപ്പെടുന്നത് ദുനിയാവിനേക്കാളും അതിലെ സർവ്വതിനേക്കാളും ഉത്തമമാണ്. ബുഖാരി 6:11 മുസ്ലിം 1880 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം,
ജനങ്ങളിൽ ഉത്കൃഷ്ടൻ ആരാണെന്ന് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, ദേഹം കൊണ്ടും ധനം കൊണ്ടും അല്ലാഹുവിന്റെ സരണിയിൽ ധർമ്മയുദ്ധം നടത്തുന്ന സത്യവിശ്വാസിയാണ് ജനങ്ങളിൽ ഉത്കൃഷ്ടൻ. പിന്നെ ഉത്കൃഷ്ടൻ ആരാണെന്ന് അയാൾ ചോദിച്ചപ്പോൾ ജനങ്ങൾക്ക് യാതൊരുവിധ ഉപദ്രവം ചെയ്യാതെ ഏതെങ്കിലും മലഞ്ചെരുവിൽ അല്ലാഹുവെ ധ്യാനിച്ചു കഴിയുന്ന സത്യവിശ്വാസിയാണെന്ന് അവിടുന്ന് പറഞ്ഞു. ബുഖാരി 6:4 മുസ്ലിം 1888 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹ്ൽ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശത്രുക്കളുടെ ആഗമനം പ്രതീക്ഷിച്ച് ഒരു ദിവസം അല്ലാഹുവിന്റെ മാർഗത്തിൽ കാവലിരിക്കുന്നത് ഈ ദുനിയാവിനേക്കാളും അതിലെ സർവ്വസ്വത്തെക്കാളും ഉത്തമമാണ്. നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വടി കുത്താനുള്ള സ്ഥലമെങ്കിലും ലഭിക്കൂ എന്നത് ഈ ദുനിയാവിലും അത് സകല വസ്തുക്കൾ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. അള്ളാഹുവിന്റെ സരണിയിൽ രാവിലെയോ വൈകുന്നേരമോ യുദ്ധത്തിന് പുറപ്പെടുന്നതും ഈ ദുനിയാവിനേക്കാളും അതിലെ സകല വസ്തുക്കളെക്കാളും ഉത്തമമാണ്. ബുഖാരി 6:11 64 മുസ്ലിം 1881 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സൽമാൻ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മാസം നോമ്പനുഷ്ഠിക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉത്തമം ഒരു രാപ്പകൽ ശത്രുവിനെ നിരീക്ഷിച്ചിരിക്കുന്നതാണ്. ആ അവസ്ഥയിൽ അവൻ മരണപ്പെട്ടാൽ ആ കർമ്മത്തിന്റെ പ്രതിഫലം അവനെന്നും ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് മാത്രമല്ല, അവന് സ്വർഗീയ ഭക്ഷണവും ലഭിക്കും. ഖബർ ശിക്ഷയിൽ നിന്ന് നിർഭയമായിരിക്കുവാൻ മുസ്ലിം 1913 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഫളാല റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ സരണിയിൽ ശത്രുക്കളെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുടേതല്ലാത്ത സകല മനുഷ്യരുടെയും പ്രവർത്തനങ്ങൾ മരണത്തോട് സീൽ വെക്കപ്പെടും. ശത്രുക്കളെ പ്രതീക്ഷിച്ചിരിക്കുന്നവൻ മരണപ്പെട്ടാലും അവന്റെ പ്രവർത്തനങ്ങൾ അന്ത്യദിനം വരെ വളർന്നുകൊണ്ടിരിക്കും. ഖബർ ശിക്ഷയിൽ നിന്ന് അവൻ അഭയം ലഭിക്കുകയും ചെയ്യും. അബൂ ദാവൂദ് 2500 തിർമിദി 1621 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം ശത്രുക്കളെ പാർത്തുകൊണ്ടിരിക്കുന്നത് മറ്റു സൽകൃത്യങ്ങളിൽ 1000 ദിവസം ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്കൃഷ്ടമാണ്. തിർമിദി 1667 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധർമ്മയുദ്ധത്തിന് പുറപ്പെട്ടവന് അഭിലഷണീയമായതെല്ലാം അല്ലാഹു ഏറ്റിട്ടുണ്ട്. കാരണം എന്നിലും എൻ്റെ പ്രവാചകനിലുമുള്ള ദൃഢവിശ്വാസിയും എൻ്റെ മാർഗത്തിലുള്ള ധർമ്മയുദ്ധവുമാണ് അവനെ വീട്ടിൽ നിന്ന് പുറപ്പെടുവിപ്പിച്ചത്. അതുകൊണ്ട് അവനെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയോ സമരാർജിത സമ്പത്തും പ്രതിഫലവുമായി അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തുകയോ ചെയ്യുമെന്ന് അള്ളാഹു ഏറ്റിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മനിയന്ത്രണം നടത്തുന്ന അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സംഭവിക്കുന്ന ഏതൊരു പരിക്കും അതേപോലെ നിലനിൽക്കും. അന്ത്യദിനത്തിൽ അതിന് രക്തവർണ്ണ കസ്തൂരിയുടെ സുഗന്ധവും ഉണ്ടായിരിക്കും. അല്ലാഹുവാണ്. ബലഹീനരായ മുസ്ലിങ്ങൾക്ക് വിഷമം സൃഷ്ടിക്കുകയില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു സംഘം യുദ്ധത്തിന് പുറപ്പെട്ട ശേഷം ഞാൻ പോകാതെ ഇരിക്കുകയില്ലായിരുന്നു. യുദ്ധത്തിന് പോകാനുള്ള ശേഷി ഇല്ലാത്തവരാണവർ. എനിക്കാവട്ടെ അവരെ കൊണ്ടുപോകാനുള്ള ശേഷിയുമില്ല. എന്നെ പിരിഞ്ഞിരിക്കുന്നത് അവർക്ക് വിഷമകരമാവുകയും ചെയ്യുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മനിയന്ത്രണം നടത്തുന്ന അള്ളാഹുവാണ്. ധർമ്മസമരത്തിന് രക്തസാക്ഷിയാവുക, പിന്നെയും യുദ്ധം ചെയ്ത് രക്തസാക്ഷിയാവുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുസ്ലിം 1876 ബുഖാരി 654 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിക്കേറ്റവർ അന്ത്യദിനത്തിൽ ഞങ്ങൾക്കേറ്റ മുറിവുകളിൽ നിന്ന് രക്തം വലിക്കുന്ന അവസ്ഥയിലാണ് വരിക. ആ മുറിവുകൾക്ക് രക്തത്തിന്റെ നിറവും കസ്തൂരിയുടെ സുഗന്ധവും ഉണ്ടായിരിക്കും. ബുഖാരി 6:15 9569 മുസ്ലിം 1876 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുആദ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടകത്തിന്റെ 2 കറവുകൾക്കിടയിലുള്ളത്ര ചുരുങ്ങിയ സമയം ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്താൽ സ്വർഗം അവർ ഉറപ്പായി. അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരത്തിന് വല്ല പരിക്കോ പോറലോ ഏറ്റിട്ടുണ്ടെങ്കിൽ അന്ത്യദിനത്തിൽ അത് വലിയതായി പരിണമിക്കും. അതിന് കുങ്കുമത്തിന്റെ നിറവും കസ്തൂരിയുടെ സുഗന്ധവും ഉണ്ടായിരിക്കും.
അബൂദാവൂദ് 2541 തിർമിദി 1657 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ഒരാൾ ശുദ്ധജലം പ്രവഹിക്കുന്ന അരുവി ഒഴുകുന്ന ഒരു മലഞ്ചെരുവിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ആ പ്രദേശം അദ്ദേഹത്തെ വളരെയേറെ ആകർഷിച്ചു. അദ്ദേഹം ആത്മഗതം ചെയ്തു, ജനങ്ങളിൽ നിന്നകന്ന് ഈ മലഞ്ചെരുവിൽ താമസിച്ചാൽ കൊള്ളാമായിരുന്നു. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതിയില്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്നുറച്ച് അദ്ദേഹം തിരുസന്നിധിയിൽ ചെന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, താങ്കൾ അങ്ങനെ ചെയ്യരുത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധരംഗത്ത് നിലകൊള്ളുന്നതാണ് 70 വർഷം സ്വവസതിയിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്. അള്ളാഹു നിങ്ങൾക്ക് താല്പര്യമില്ലേ? ജനങ്ങളിൽ നിന്നകന്ന് ഈ മലഞ്ചെരുവിൽ താമസിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് അദ്ദേഹം ആശിച്ചുപോയി. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതിയില്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്നുറച്ച് അദ്ദേഹം തിരുസന്നിധിയിൽ ചെന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, താങ്കൾ അങ്ങനെ ചെയ്യരുത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മയുദ്ധരംഗത്ത് നിലകൊള്ളുന്നതാണ് 70 വർഷം സ്വവസതിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം. സ്വന്തം വസതിയിൽ 70 വർഷം നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം ധർമ്മയുദ്ധത്തിൽ കർമ്മനിരതനാകുന്നതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നതും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലേ? അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്ന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് താല്പര്യമില്ലേ? എങ്കിൽ ധർമ്മയുദ്ധം ചെയ്യുക. ഒട്ടകത്തിന്റെ 2 കറവകൾക്കിടയിലുള്ളത്ര സമയം പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മയുദ്ധം ചെയ്തവന് സ്വർഗം സുരക്ഷിതമാണ്. തിർമിദി 1650 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം, അള്ളാഹുവിന്റെ ദൂതരെ, ധർമ്മയുദ്ധത്തോട് കിടപിടിക്കുന്ന മറ്റു വല്ല കാര്യവുമുണ്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്കത് അസാധ്യമാണ് എന്ന് പറഞ്ഞു 2-3 പ്രാവശ്യം ഈ ചോദ്യം ആവർത്തിച്ചപ്പോഴും നിങ്ങൾക്കത് അസാധ്യമാണെന്ന പ്രതികരണമുണ്ടായത്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മയുദ്ധം ചെയ്യുന്നതും ധർമ്മയുദ്ധത്തിന് പുറപ്പെട്ടവൻ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ തളരാതെ നോമ്പും നിസ്കാരവും ഖുർആൻ പാരായണവുമായി കഴിഞ്ഞുകൂടുന്നവനും ഒരുപോലെയാണ്. ബുഖാരി 6:3 മുസ്ലിം 1878 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബുഖാരി നിവേദനം, അള്ളാഹുവിന്റെ റസൂലെ, ധർമ്മയുദ്ധത്തിനോട് കിടപിടിക്കുന്ന ഒരു പുണ്യകർമ്മം എനിക്ക് പറഞ്ഞു തന്നാലും എന്നൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. അത്തരമൊരു പുണ്യകർമ്മം ഞാൻ കാണുന്നില്ല എന്നായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം. പിന്നെ അവിടുന്ന് ചോദിച്ചു, ധർമ്മപ്പടയാളി യുദ്ധത്തിന് പുറപ്പെട്ട സമയം മുതൽ പള്ളിക്കകത്ത് കയറി തളരാതെ നിസ്കരിക്കാനും ഇടമുറിയാതെ നോമ്പനുഷ്ഠിക്കാനും നിനക്ക് കഴിയുമോ? ആർക്കാണ് റസൂലെ അതിന് കഴിയുക എന്നായിരുന്നു അപ്പോൾ അയാളുടെ പ്രതികരണം. ശാരീരികവും മാനസികവും സാമ്പത്തികവും ആത്മീയവുമായ ത്യാഗങ്ങൾക്ക് സന്നദ്ധരാവുന്നവർക്ക് ധർമ്മയുദ്ധത്തിന് സാധിക്കൂ. അതിനാൽ അതിനോട് തുല്യമായ ഒരു കർമ്മവുമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധത്തിന്റെ പോർവിളിയോ ഭയാനക ശബ്ദമോ കേൾക്കുമ്പോഴെല്ലാം ശത്രുവധമോ രക്തസാക്ഷിത്വമോ കാംക്ഷിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് കയറി അതിന്റെ കടിഞ്ഞാൺ പിടിച്ച് പറയുന്നവരും നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും സകാത്ത് കൊടുക്കുകയും മരണാസന്നനാകുന്നത് വരെ തന്റെ നാഥനെ ആരാധിച്ചുകൊണ്ട് താഴ്വരകളിലോ പർവ്വതങ്ങളിലോ ആട്ടിടയനായി ജീവിതം നയിക്കുന്നവരും ജനങ്ങളിൽ ഉത്തമരാണ്. ജനങ്ങൾക്ക് നന്മ മാത്രം ചെയ്യുന്നവരാണവർ. മുസ്ലിം 1889 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ശത്രുക്കളുടെ മരണം മാത്രമല്ല, യുദ്ധത്തിന് സ്വന്തം രക്തസാക്ഷിത്വവും ആഗ്രഹിക്കണമെന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. ചിന്തിക്കുക സഹോദരങ്ങളെ, ശത്രുവിന്റെ മരണം മാത്രമല്ല, സ്വന്തം മരണവും ആഗ്രഹിച്ചുകൊണ്ട് കാംക്ഷിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് കയറി അതിന്റെ കടിഞ്ഞാണ് പിടിച്ച് പറക്കുന്നവരും ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം സ്വർഗത്തിൽ 100 പദവികളുണ്ട്. ധർമ്മപടയാളികൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചതാണത്. അതിലോരോ പദവികൾക്കുമിടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ളത്ര
അകലമുണ്ടായിരിക്കും. ബുഖാരി 6:9 10 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, അല്ലാഹുവിന്റെ നാഥനായും ഇസ്ലാമിനെ മതമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവിന്റെ സന്ദേശവാഹകനായും തൃപ്തിപ്പെട്ടവന് സ്വർഗ്ഗം ഉറപ്പാണ് എന്നൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ വാക്യം അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനെ ആശ്ചര്യഭരിതനാക്കി. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, അതൊന്നുകൂടി ആവർത്തിച്ചാലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒന്നുകൂടി ആവർത്തിച്ച ശേഷം പറഞ്ഞു, വേറൊരു കാര്യം കൂടിയുണ്ട്. അല്ലാഹു അതുവഴി തന്റെ ദാസനെ സ്വർഗത്തിലെ 100 പദവി ഉയർത്തും. അതിലോരോ 2 പദവികൾക്കിടയിലും ആകാശഭൂമികൾക്കിടയിലുള്ള അകലമുണ്ടാകും. അപ്പോൾ അബൂ സഈദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരെ, ആ കാര്യം എന്താണ്? അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മയുദ്ധമാണത്. മുസ്ലിം 1884 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിവേദനം, ശത്രു സൈന്യത്തിന്റെ മുമ്പിൽ വെച്ച് എൻ്റെ പിതാവ് അബൂ മൂസൽ അസ്അരി പറഞ്ഞു, സ്വർഗത്തിന്റെ കവാടങ്ങൾ വാളുകളുടെ നിഴലിലാണ്. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ജീർണ വസ്ത്രധാരിയായ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, അബൂ മൂസ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ? അതെ, ഞാൻ കേട്ടതാണ് എന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഉടനെ അയാൾ തന്റെ കൂട്ടുകാരെ സമീപിച്ചു. ഞാൻ നിങ്ങൾക്ക് സലാം ഓതുന്നു എന്ന് പറഞ്ഞ് തന്റെ വാളിന്റെ ഉറപ്പിച്ച് ചീന്തി ശത്രുക്കൾക്കിടയിലേക്ക് ഇറങ്ങി രക്തസാക്ഷിയായി നിലം പതിക്കുന്നത് വരെ പോരാടി. മുസ്ലിം 1902 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗത്തിൽ പൊടിപുരണ്ട പാദങ്ങളെ നരകം സ്പർശിക്കുകയില്ല. ബുഖാരി 6:23 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കറന്നെടുത്ത പാൽ അകിടിലേക്ക് മടങ്ങുന്നത് വരെ അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. പടക്കളത്തിലെ പൊടിയും നരകത്തിലെ പുകയും ഒരാളിലും ഒന്നിച്ചു ചേരുകയില്ല. ബുഖാരി 1633 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല. 1 അല്ലാഹുവിനെ ഭയന്ന് കരഞ്ഞ കണ്ണ്, 2 അല്ലാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കൾക്കെതിരെ കാവൽ നിന്ന് കണ്ണ്. 1639 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു യോദ്ധാവിനെ സജ്ജമാക്കി അയക്കുന്നവന് യുദ്ധം ചെയ്തവന് തുല്യനാണ്. യോദ്ധാവിന്റെ കുടുംബത്തിന് നല്ല നിലയിൽ പ്രതിനിധിയാകുന്നവനും യുദ്ധം ചെയ്യുന്നവന് തുല്യമാണ്. ബുഖാരി 6:37 മുസ്ലിം 1895 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ തണലേകുന്ന തമ്പ് നിർമ്മിക്കുക, ഒരു സേവകനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സംഭാവന ചെയ്യുക, പ്രായപൂർത്തി എത്തിയ ഒരൊട്ടകത്തെ ഇലാഹി സരണിയിൽ ദാനം ചെയ്യുക എന്നിവ അത്യുത്തമമായ ധർമ്മത്തിൽപ്പെട്ടതാണ്. തിർമിദി 1627 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, അസ്ലം ഗോത്രക്കാരനായ ഒരു യുവാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് തനിക്ക് യുദ്ധത്തിൽ പങ്കുചേരാൻ ആഗ്രഹമുണ്ടെന്നും അതിനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ലെന്നും അറിയിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇന്ന വ്യക്തിയെ സമീപിക്കുക. അയാൾ യുദ്ധത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നെങ്കിലും ഇപ്പോൾ രോഗിയാണ്. ഉടനെ അദ്ദേഹം ആ വ്യക്തിയെ സമീപിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം പറഞ്ഞ ശേഷം അയാൾ യുദ്ധത്തിന് ഒരുക്കി വെച്ചത് തനിക്ക് തരാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു. ഉടനെ അയാൾ തന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് പോകാൻ ഒരുക്കി വെച്ചതെല്ലാം ഒന്നുപോലും ഇവിടെ വെക്കാതെ ഇദ്ദേഹത്തിന് കൊടുക്കുക. ഇതുമൂലം നിനക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യും. മുസ്ലിം 1894 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ നഹിയാൻ ഗോത്രക്കാരോടും സൈനികരെ അയച്ചു തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ദൂതരെ വിട്ടു. രണ്ടാളുള്ള വീട്ടിൽ നിന്ന് ഒരാൾ വീതം പുറപ്പെടണമെന്നും പ്രതിഫലം 2 പേർക്കും തുല്യമായിരിക്കുമെന്നും അവിടുന്ന് ആ സന്ദേശത്തിൽ ഉണർത്തിയിരുന്നു. മുസ്ലിം 137 138 1896 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു നിവേദനത്തില് 2 ആണുങ്ങളിൽ ഒരാൾ പുറപ്പെടുക,
യുദ്ധത്തിന് പുറപ്പെട്ടവന്റെ കുടുംബത്തിലും സമ്പത്തിലും നല്ല നിലയിൽ പ്രതിനിധിയാകുന്നവനും യുദ്ധം ചെയ്തവന്റെ പകുതി പ്രതിഫലം ലഭിക്കും എന്നുമുണ്ട്. അള്ളാഹുവിന്റെ നിവേദനം, ഒരാള് ആയുധമണിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഞാൻ യുദ്ധം ചെയ്യുകയോ മുസ്ലിമാവുകയോ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ മുസ്ലിമായതിനു ശേഷം യുദ്ധം ചെയ്യുക. ഉടനെ അദ്ദേഹം മുസ്ലിമാവുകയും പിന്നെ യുദ്ധം ചെയ്ത് രക്തസാക്ഷിയാവുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, വളരെ കുറച്ച് അമൽ ചെയ്യുകയും വളരെയധികം പുണ്യം നേടുകയും ചെയ്ത മനുഷ്യനാണ് ഇയാൾ. ബുഖാരി 6:19 മുസ്ലിം 1900 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹുവിന്റെ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗത്തിൽ പ്രവേശനം ലഭിച്ച ആരും തന്നെ ഈ ലോകത്ത് അവൻ എന്തൊക്കെയുണ്ടെങ്കിലും തിരിച്ചങ്ങോട്ട് വരാൻ തൽപരനാവുകയില്ല. എന്നാൽ രക്തസാക്ഷിത്വം കാരണം തനിക്ക് ലഭിച്ച മഹത്വങ്ങൾ അനുഭവിക്കുന്നവൻ വീണ്ടും ഈ ലോകത്തേക്ക് 10 പ്രാവശ്യമെങ്കിലും തിരിച്ചു വന്ന് വീരമൃത്യു വരിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ആഗ്രഹിക്കും. ബുഖാരി 6:25 മുസ്ലിം 109 1877 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാ റളിയല്ലാഹുവിന്റെ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രക്തസാക്ഷിക്ക് കടബാധിതയല്ലാത്ത സർവ്വപാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. മറ്റൊരു നിവേദനത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള വീരമൃത്യു കടമല്ലാത്ത സർവ്വപാപങ്ങളും പൊറുപ്പിക്കുമെന്നാണുള്ളത്. മുസ്ലിം 119 120 1886 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഖതാദ റളിയല്ലാഹുവിന്റെ നിവേദനം, ഒരു പ്രസംഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മയുദ്ധം ചെയ്യലും അള്ളാഹുവിനെ ദൃഢമായി വിശ്വസിക്കലും പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായതാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചാൽ എന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമോ? അവിടുന്ന് പറഞ്ഞു, അതേ, നീ ക്ഷമാശീലനും പ്രതിഫലകാംക്ഷിയും പിന്തിരിഞ്ഞോടാതെ യുദ്ധം ചെയ്യുന്നവനുമാകണമെന്ന് മാത്രം. കുറച്ചു കഴിഞ്ഞ് അവിടുന്ന്, നീ എന്തായിരുന്നു ചോദിച്ചത് എന്നയാളോട് ആരാഞ്ഞു. അയാൾ തന്റെ ചോദ്യം ആവർത്തിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉത്തരമായി പറഞ്ഞു, അതേ, ക്ഷമാശീലനും പ്രതിഫലം കാംക്ഷിച്ചു പിന്തിരിഞ്ഞോടാത്തവനുമായി യുദ്ധം ചെയ്ത് നീ വീരമൃത്യു വരിച്ചാൽ കടബാധിതയൊഴിച്ചുള്ളതെല്ലാം പൊറുക്കപ്പെടും. ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞതാണിത്. മുസ്ലിം 1885 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹദീസുകളിലൂടെ സഹോദരങ്ങളെ ചിന്തിക്കുക, കടത്തിന്റെ ഗൗരവവും രക്തസാക്ഷിത്വത്തിന്റെ മഹത്വവും വളരെ വലുതാണ്. ഒരു കടമുണ്ടായാൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കടമുണ്ടായാൽ ഏറ്റവും വലിയ രക്തസാക്ഷിത്വമായിരിക്കുന്ന രക്തസാക്ഷിത്വം സംഭവിച്ചാൽ പോലും ആ കടങ്ങൾ വീട്ടിയിട്ടില്ല എങ്കിൽ അത് ബാക്കിയാകും. ബാക്കിയുള്ള ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, സാമ്പത്തികമായിരിക്കുന്ന കടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. കടമുള്ളവന് ആ കടങ്ങളൊക്കെ വീട്ടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ജാബിർ റളിയല്ലാഹുവിന്റെ നിവേദനം, ഞാൻ യുദ്ധത്തിൽ വധിക്കപ്പെട്ടാൽ എവിടെയായിരിക്കുമെന്ന് ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നീ സ്വർഗത്തിലായിരിക്കുമെന്ന് അവിടുന്ന് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന കാരക്ക വലിച്ചെറിഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് കുതിച്ചു വീരചർമ്മം പ്രാപിച്ചു. മുസ്ലിം 1899 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹുവിന്റെ നിവേദനം, മുശ്രിക്കുകൾക്ക് മുമ്പേ ബദറിലെത്താൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പുറപ്പെട്ടു. മുശ്രിക്കുകൾ എത്തിയപ്പോൾ, ഞാൻ കൂടെയില്ലാതെ നിങ്ങൾ ഒരു കാര്യത്തിനും വരുമ്പെടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് നിർദ്ദേശിച്ചു. മുശ്രിക്കുകൾ അടുത്തെത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആകാശഭൂമിയുടെ അത്ര വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ എഴുന്നേറ്റ് വരിക. അപ്പോൾ അൻസാരിയായ ഉമാമിന്റെ മകൻ ഉമർ റളിയല്ലാഹു ചോദിച്ചു, റസൂലേ, ആകാശഭൂമിയുടെ അത്ര വിശാലമായ സ്വർഗമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു ബക്കിൻ മതി കൊള്ളാമെന്ന് പ്രതിവചിച്ചു. നീ എന്താണ് ബക്കിൻ എന്ന് പറയാൻ കാരണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ആ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടാനുള്ള ആശ കൊണ്ട് പറഞ്ഞു പോയതാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നീ ആ കൂട്ടത്തിൽ
പെട്ടയാളാണ്. ഇത് കേൾക്കേണ്ട താമസം അദ്ദേഹം തൻ്റെ സഞ്ചിയിൽ നിന്ന് കുറച്ച് കാരക്ക പുറത്തെടുത്ത് തിന്നാൻ തുടങ്ങി. പക്ഷേ ഈ കാരക്ക തിന്നു കഴിയുന്നത്ര സമയം ഞാൻ ജീവിക്കുകയാണെങ്കിൽ അതൊരു നീണ്ട ജീവിതം തന്നെയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉടനെ കയ്യിലുള്ള കാരക്ക വലിച്ചെറിഞ്ഞു യുദ്ധക്കളത്തിലേക്ക് ഓടി വീരമർത്തു വരിച്ചു. മുസ്ലിം 1901 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ആ കൂട്ടത്തിൽ പെട്ടയാളാണ്. അതിൻ്റെ സാരം നീ അവിടെ രക്തസാക്ഷിയാകുമെന്നതിൻ്റെ ആ ഒരു അറിവ് കിട്ടിയതോടുകൂടി ആ സഹാബ, ആ ഉമർ റളിയല്ലാഹു അൻഹു നേരെ യുദ്ധക്കളത്തിലേക്ക് ഓടിയിട്ട് ശത്രുവിനെ കൊല്ലാനല്ല, പകരം സ്വന്തം ജീവൻ പോകുമെന്ന പൂർണ്ണമായ ഉറപ്പുണ്ടായിട്ട് പോലും അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് രക്തസാക്ഷിയാവുകയാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക. നമ്മൾ ഇന്ന് മതത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരപരാധികളായ ആളുകളെ കൊല്ലുകയാണ്. സത്യത്തിൽ അതല്ല ധർമ്മയുദ്ധം. യുദ്ധമെന്ന് പറയുന്നത് അതിന് ചില നിയമങ്ങളുണ്ട്, അതിന് ചില രീതികളുണ്ട്. ആ രീതികളിൽ മറ്റുള്ളവനെ കൊല്ലാനല്ല, പകരം രക്തസാക്ഷിയാവാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പേരും ആഗ്രഹിച്ചത്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക. രക്തസാക്ഷിയാവാൻ ആഗ്രഹിക്കുകയും അതോടൊപ്പം വിജയം വരിക്കാനുമാണ് എല്ലാവരും ആഗ്രഹിച്ചതെങ്കിൽ സഹോദരങ്ങളെ ചിന്തിക്കുക. നമ്മളിന്ന് പല ആളുകളും പല സംഘടനകളുടെ പേര്, തീവ്രവാദത്തിൻ്റെ പേരിൽ നിരപരാധികളായ ആളുകളെ വധിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. അത് ഇസ്ലാമിലില്ല കേട്ടോ, അത് ഇസ്ലാം അനുവദനീയമല്ല കേട്ടോ, അത് ഇസ്ലാം അനുവദിക്കുന്നില്ല കേട്ടോ. ഈ നടന്ന ഹദീസുകളൊക്കെ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ യുദ്ധത്തിന് മുന്നോടിയായി നടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക. അനസ് റളിയല്ലാഹു ഒരു നിവേദനം, നജിദുകാരായ കുറെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. തങ്ങൾക്ക് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു തരാൻ കുറച്ചാളുകളെ അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 70 അൻസാറുകളെ അവരുടെ കൂടെ പറഞ്ഞയച്ചു. ഖുറാ എന്ന പേരിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. അവരിൽ എൻ്റെ മാതുലൻ ഹറാമുണ്ടായിരുന്നു. സദാ ഖുർആൻ പാരായണം ചെയ്യുകയും രാത്രിയിൽ ഖുർആനെക്കുറിച്ച് ചർച്ച ചെയ്ത് പഠിക്കുകയും ചെയ്തിരുന്നു. അവർ പള്ളിയിൽ വെള്ളമെത്തിക്കുകയും വിറക് ശേഖരിച്ച് വിറ്റ് അതുകൊണ്ട് സുഫത്തിൻ്റെ അഹലുകാർക്കും നിർധരർക്കും ഭക്ഷണം വാങ്ങി കൊടുക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം അവർ പുറപ്പെട്ടു. ആ നാട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ശത്രുക്കൾ അവരെ കൊന്നുകളഞ്ഞു. മരണസമയത്ത് അവർ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഞങ്ങൾ നിന്നെ കണ്ടുമുട്ടിയെന്നും നീ ഞങ്ങളെയും ഞങ്ങൾ നിന്നെയും തൃപ്തിപ്പെട്ടിരിക്കുന്നുവെന്നുമുള്ള വിവരം നീ ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കണമേ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതുലനായ ഹറമിന്റെ ഒരാൾ പിന്നിലൂടെ വന്നു കുന്തം കൊണ്ട് കുത്തിവീഴ്ത്തി, കഅബാലയത്തിന് നാഥൻ തന്നെ സത്യം, രക്തസാക്ഷിത്വം ലഭിച്ചതിനാൽ ഞാൻ ജയിച്ചു എന്നായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം. തത്സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ മരണവാർത്ത അനുചരന്മാർക്ക് വിവരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരന്മാർ വധിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ നിന്നെ കണ്ടുമുട്ടിയെന്നും ഞങ്ങൾ നിന്നെയും നീ ഞങ്ങളെയും തൃപ്തിപ്പെട്ടുവെന്നുമുള്ള വിവരം ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നീ എത്തിച്ചു കൊടുക്കണമേ എന്നവർ പറഞ്ഞിട്ടുണ്ട്. ബുഖാരി 6:14 മുസ്ലിം 3511 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സഹാബികളെ ഇവരെ ചതിച്ചു കൊല്ലുകയായിരുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കണം. ഈ സഹാബികളെ ചതിച്ചു കൊല്ലുകയായിരുന്നവർ. രക്തസാക്ഷികളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉടനെ വിവരം അറിയിച്ചു. ഈ ഒരു ഹദീസ് മറ്റൊരു കാര്യത്തിന് കൂടെ തെളിവാണ്. എന്തിന്? അദൃശ്യജ്ഞാനത്തിനുള്ള തെളിവ്. അദൃശ്യജ്ഞാനം അറിയുമെന്നുള്ള ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഹദീസ്. മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നതോടുകൂടെ അദൃശ്യമായ ജ്ഞാനങ്ങൾ അറിയാവുന്നതാണെന്നുകൂടിയുള്ള ഒരു തെളിവ് കൂടിയാണ് ഈ ഹദീസ്. അനസ് റളിയല്ലാഹു ഒരു നിവേദനം, എൻ്റെ പിതൃവൻ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിന് ഹാജരായിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മുശ്രിക്കുകളുമായി നടന്ന ആദ്യ യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഇനി ഉണ്ടാവുന്ന യുദ്ധത്തിൽ പങ്കുകൊള്ളാൻ അല്ലാഹു എന്നെ തുണക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന്
ഞാൻ എന്ത് ചെയ്യുമെന്ന് അള്ളാഹു കാണുന്നതാണ്. പിന്നീട് അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത മുസ്ലിങ്ങൾക്ക് പരാജയം സംഭവിച്ചപ്പോൾ, അള്ളാഹുവേ, ഇവരുടെ കൂട്ടുകാരുടെ പ്രവർത്തനത്തിൽ ഞാൻ എന്നോട് ക്ഷമാപണം ചെയ്യുന്നു. അവരെ അഥവാ മുശ്രിക്കുകളെ പ്രതിരോധിക്കാൻ കഴിയാത്തതിൽ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രണാങ്കണത്തിലേക്ക് കുതിച്ചു. അതിന്റെ മകൻ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഅദ്, എൻ്റെ ലക്ഷ്യം സ്വർഗമാണ്, കഅബാലയത്തിന്റെ നാഥനയാണ്. ഉഹദിന്റെ താഴ്വരയിൽ നിന്ന് ഞാൻ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ ധീരധീരം പോരാടി അദ്ദേഹം രക്തസാക്ഷിയായി. അനസ് റളിയല്ലാഹു അൻഹു ചെയ്ത ധീരകൃത്യം എന്നാൽ സാധ്യമല്ല റസൂലേ എന്നായിരുന്നു ഈ സംഭവത്തെക്കുറിച്ച് സഅദ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്. വാളുകൊണ്ടും കുന്തം കൊണ്ടുമുള്ള 80 പരം മുറിവുകൾ, അമ്പേറ്റ പരിക്കുകളും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കണ്ടു. 80 പരം മുറിവുകളും അമ്പേറ്റ പരിക്കുകളും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കണ്ടു. ആ ജഡം ശത്രുക്കൾ അംഗച്ഛേദം ചെയ്തു വികൃതമാക്കിയിരുന്നു. ഒരു വിരൽ തുമ്പ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സഹോദരി മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഹിസാബ് സൂറത്തിലെ അള്ളാഹുവിനോട് ചെയ്ത പ്രതിജ്ഞ പാലിക്കുന്നവരുണ്ട് സത്യവിശ്വാസികളിൽ എന്ന് 23-ാം സൂക്തം ഇദ്ദേഹത്തെ പോലുള്ളവരെ കുറിച്ചാണ് അവതരിച്ചതെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ബുഖാരി 6:16-17 മുസ്ലിം 1903 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സമുറാഹുവിന്റെ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലെ രാത്രി സ്വപ്നത്തിൽ 2 പേർ എൻ്റെ അടുത്ത് വന്നു. എന്നെയും കൊണ്ടവൻ ഒരു വൃക്ഷത്തിൽ കയറി. പിന്നെ ഞങ്ങൾ അതിമനോഹരമായ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. അതിനേക്കാൾ കമനീയമായ ഒരു ഭവനം ഞാൻ കണ്ടിട്ടില്ല. അവരെന്നോട് പറഞ്ഞു, ഇത് രക്തസാക്ഷികളുടെ ഭവനമാണ്. ബുഖാരി 10:6 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക, രക്തസാക്ഷികളുടെ മഹത്വം അത് വളരെ വളരെ വലുതാണ്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ മഹത്വം വളരെ വലുതാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യുദ്ധം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന മഹത്വം വളരെ വളരെ വലുതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, യുദ്ധങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും യുദ്ധം എങ്ങനെ ചെയ്യണമെന്നുമൊക്കെ പ്രതിപാദിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. യുദ്ധം ചെയ്യുമ്പോൾ തന്നെ കഴിയുന്നത്ര സന്ധി സംഭാഷണങ്ങളിൽ ഏർപ്പെടാനും യുദ്ധം ഒഴിവാക്കാനും വേണ്ടി ശ്രമിക്കണമെന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഹുദൈഫിയ സന്ധി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, ചിന്തിക്കുക. അതുപോലെ തന്നെ യുദ്ധം ചെയ്യുമ്പോൾ വൃക്ഷങ്ങൾ നശിപ്പിക്കാനോ, സ്ത്രീകളെ ആക്രമിക്കാനോ, കുട്ടികളെ ആക്രമിക്കാനോ, അപരരും വൃദ്ധകളുമായ ആളുകളെ ആക്രമിക്കാനോ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നിയമങ്ങൾ യുദ്ധം സംബന്ധമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിക്കുക. അള്ളാഹിന്റെ മാർഗത്തിൽ പോരാടുമ്പോൾ അതിൻ്റെതായ ചില നിയമങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ട്. അത് പാലിക്കാതെ പല ആളുകളും ഇന്ന് ഇത്തരം ഹദീസുകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കാനും മറ്റുള്ളവർക്കെതിരെ വാളെടുക്കാനും ഒക്കെ മുതിരുന്നവരുണ്ട്. സഹോദരങ്ങളെ, അത്തരം പ്രവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ ഭാഗമല്ല. കൈവെട്ടാനും കാലുവെട്ടാനും പോകുന്ന ആളുകളുണ്ട്. സഹോദരങ്ങൾ, അത്തരം പ്രവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ ഭാഗമല്ല. ഇസ്ലാം സമാധാനത്തിന് മതമാണ്, സമാധാനത്തിന് ഊന്നൽ നൽകുന്ന മതമാണ്. എന്നാൽ യുദ്ധം അനിവാര്യമായ ഘട്ടങ്ങളിൽ യുദ്ധം ചെയ്യാനും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. യുദ്ധം അനിവാര്യമായ ഘട്ടങ്ങളിൽ യുദ്ധം ചെയ്യണം. അപ്പോൾ സമാധാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് ആക്രമിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ടൊരാൾ വാളെടുത്ത് വെട്ടിയാൽ അങ്ങോട്ട് തിരിച്ച് വാളെടുത്ത് വെട്ടാൻ പറയുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിക്കുക. നിയമവശങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്ത് നിയമത്തിൻ്റെ വഴിക്ക് പോകുമ്പോൾ അതിലാരും തന്നെ ഇടപെടാതെ ആ നീതി നടപ്പിലാക്കാൻ ഓരോ നിയമത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളും
നിയമത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും നീതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുകൂടെ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ നീതി നടപ്പിലാക്കാതിരിക്കുമ്പോൾ തീവ്രവാദം നമ്മുടെ നാടുകളിൽ വളരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കവരോട് അഭ്യർത്ഥിക്കാനുള്ളത് നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നീതി നടപ്പിലാക്കണം. എന്തിൻ്റെ പേരിലെങ്കിലും നീതി നടപ്പിലാക്കാതെ മുസ്ലിങ്ങളെ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും തീവ്രവാദം വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് നീതിമാന്മാരോട് നീതിപീഠങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ നീതി നടപ്പിലാക്കണമെന്നുള്ളതാണ്. നീതി എന്താണോ ആ നീതിയായി തന്നെ നടപ്പിലാക്കണം. ഇല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ അത് ദുരുപയോഗം ചെയ്യുന്നതും അങ്ങനെ വിവരമില്ലാത്ത ചെറുപ്പക്കാരൊക്കെ അത്തരം നീതി നിഷേധങ്ങളിലെ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതുമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ നിയമപാലകരും നിയമസ്ഥരും നീതിപീഠവുമൊക്കെ നീതി നടപ്പിലാക്കണം. ഏത് കേസുകളിൽ നിങ്ങളുടെ മുന്നിൽ വന്നാലും മുഖം നോക്കാതെ നീതി നടപ്പിലാക്കിക്കൊണ്ട് നീതി നൽകിക്കൊണ്ട് സമൂഹത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ സമാധാനവും സന്തോഷവും എന്നും നിലനിൽക്കുന്ന രീതിയിലുള്ള നീതികളൊക്കെ നിങ്ങൾ നടപ്പിലാക്കണമെന്ന് നിങ്ങളോടുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം ഒരിക്കലും തന്നെ തീവ്രവാദമോ വർഗീയവാദമോ പഠിപ്പിക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ രക്തസാക്ഷികളുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ബാബും അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളും നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കേട്ടതും പറഞ്ഞതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ വസിയത്തോടു കൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.